ഹായ് ഫ്രണ്ട്സ്, 9th സ്റ്റാൻഡേർഡ് ന്യൂ SCERTയിലെ റിഡോക്സ് പ്രവർത്തനങ്ങൾ എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 3 വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഓക്സിഡേഷൻ നമ്പർ കണക്കാക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നോക്കിയേ, സംയുക്തങ്ങളിൽ ഓക്സിഡേഷൻ നമ്പർ അറിയാത്ത മൂലകങ്ങളുടെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് തരുന്നത്. ഇവിടെ ആദ്യം HNO3 നൈട്രജന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. HNO3 ഏതിന്റെയാണ്? നൈട്രജന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പൊ ആദ്യം നോക്കിയേ, നമുക്കിവിടെ ബോക്സിൽ അപ്പം നൈട്രജന്റെ ആണ് കണ്ടുപിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പറും ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പറും നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്, അതും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് HNO3 ഈ നൈട്രജന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അറിയുന്ന കാര്യം എന്താ? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചൊരു പോയിന്റ് ഉണ്ടായിരുന്നു. ഇത് ഇങ്ങോട്ട് വന്നേ. ഒരു സംയുക്തത്തിലെ ഘടക ആറ്റങ്ങളുടെ ഓക്സിഡേഷൻ നമ്പറുകളുടെ ആകെ തുക എന്നുള്ളത് 0 ആയിരിക്കും. അതെപ്പോഴും മനസ്സിൽ വേണം. ഇനി നോക്കാം. അപ്പോ നൈട്രജന്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? X ആയിട്ട് എടുക്കുകയാണ്. X ആയിട്ട് എടുത്തു. ഇനി ഒരു സംയുക്തത്തിലെ ആറ്റങ്ങളുടെ ഓക്സിഡേഷൻ നമ്പറുകളുടെ ആകെ തുക എന്നത് എന്താണ്? 0 ആണ്. അതാണ് നമ്മളുടെ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നതിലെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്നത്. ആകെ തുക എന്താണ്? 0 ആണ്. അപ്പോ HNO3 നോക്കിയേ, നൈട്രജന്റെ നമുക്ക് തന്നിട്ടുണ്ട് +1 ആണ്, ഓക്സിജന്റെ നമുക്ക് തന്നിട്ടുണ്ട് -2 ആണ്. അപ്പൊ ഇവിടെ നോക്കാം, ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണമാണുള്ളത്. അപ്പൊ 1 × 1 ഏതാണ്? 1 തന്നെ വരും അല്ലെ? പ്ലസ് സൈൻ ആണുള്ളത്. അപ്പൊ +1. പിന്നെ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ തുക 0 ആണെന്ന് നമുക്കറിയാം. ഇനി അടുത്തത് നൈട്രജൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്ര നൈട്രജൻ ഉണ്ട്? ഒരു നൈട്രജനേ ഉള്ളൂ. അപ്പൊ 1 × X. ഇനി പ്ലസ് വേറെന്താ ഉള്ളത്? നമ്മുടെ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? -2 ആണ്. അങ്ങനെ എത്ര ഓക്സിജൻ ഉണ്ട്? 3 ഓക്സിജൻ ഉണ്ട്. ഓക്കെ, ഇവയുടെ എല്ലാം കൂടെ തുക എന്താണ്? 0 ആണ്. ഈ 0 എവിടുന്ന് കിട്ടി? നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ഒരു സംയുക്തത്തിലെ ആറ്റങ്ങളുടെ ഓക്സിഡേഷൻ നമ്പറുകളുടെ തുക 0 ആണ്. അപ്പൊ നോക്കാം, ഇതെങ്ങനെ വരും? +1 + X ഇവിടെ -6, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, -6 = 0. ഇവിടെ എങ്ങനെ എഴുതാം? X - 5 = 0. ഈ -5 നമ്മൾ ഈക്വലിന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ +5 എന്നായി. നമുക്ക് എന്ത് കിട്ടി? HNO3 നൈട്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാന്ന് കിട്ടി? +5 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. മനസ്സിലായോ ഇത്? ഇനി HNO2, NO2 എന്നിവയിൽ നൈട്രജന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ചെയ്യാം നോക്കിയേ. ഹൈഡ്രജന്റെ നമുക്ക് അറിയാം, ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +1 ആണ്. ഇതിൽ കണ്ടുപിടിക്കേണ്ടത് നൈട്രജന്റെ ആണ്. നൈട്രജന്റെ നമുക്ക് X ആയിട്ട് എടുക്കാം. ഓക്സിജന്റെ ആണെങ്കിൽ -2 ആണ്. അപ്പോൾ HNO2 കേസ് നമുക്ക് എങ്ങനെ എഴുതാം നോക്കിയേ. HNO2 എങ്ങനെ എഴുതാം എന്നുള്ളത് പറയൂ. ഇതാ +1 പ്ലസ് ഇവിടെ നൈട്രജൻ ഒന്നേ ഉള്ളൂ അല്ലെ? അപ്പോൾ X പ്ലസ് ഓക്സിജൻ 2 എണ്ണമാണ് ഇവിടെ ഉള്ളത്. ഇത് HNO2 ആണ് കേട്ടോ. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചത് HNO3 ആണ്. അപ്പൊ ഇവിടെ O2 ആണ്. അപ്പോൾ -2 × 2. ഈ 2 എന്നുള്ളത് ഓക്സിജൻ എത്ര എണ്ണം ഉണ്ടോ ആ 2 ആണ്. ഈ -2 എന്ന് പറയുന്നത് ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ്. ഈക്വൽ ടു എന്താണ്? 0 ആണ്. 0 ഏതാ? ഒരു സംയുക്തത്തിലെ ആറ്റങ്ങളുടെ ഓക്സിഡേഷൻ നമ്പറുകളുടെ തുക 0 ആണ് എന്ന കൺസെപ്റ്റ്. ഓക്കെ, ഇനി നമുക്കിത് സോൾവ് ചെയ്യാം. +1 + X പിന്നെ 2 × 2 4, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, -4 = 0. ഇനി എന്ത് ചെയ്യാം? X - 3 = 0 എന്ന് വന്നു അല്ലെ? ഏതാ 3? ദേ ഇത് കണ്ടോ, -4ഉം ഇവിടെ ഒരു +1 ഉണ്ട്. അപ്പൊ -3. X = +3 എന്ന് കിട്ടും. അപ്പോൾ HNO2 നൈട്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയെന്ന് കിട്ടി? +3 ആണെന്ന് കിട്ടി. ഇനി നിങ്ങൾക്കുള്ള ഹോംവർക്ക് NO2 നൈട്രജന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തുക. ഹോംവർക്കാണ് കേട്ടോ. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് തന്നിട്ടുണ്ട്. K2Cr2O7 ഇതാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ഇതിൽ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, ക്രോമിയത്തിന്റെ കണ്ടെത്തണം. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് ഓക്സിജന്റെ -2 ആണെന്ന് നമുക്ക് അറിയാം. ഓക്സിജന്റെ -2 ആണ്. അതുപോലെ തന്നെ പൊട്ടാസ്യം
പൊട്ടാസ്യത്തിന്റെ +1 ആണ്. ഇത് നമുക്ക് കണ്ടെത്താലോ. എങ്ങനെയാ? ക്രോമിയത്തിന്റെ ആണ് കണ്ടെത്തേണ്ടത്. ക്രോമിയത്തിന്റെ ആണ് കണ്ടെത്താനായിട്ടുള്ളത്. അപ്പൊ ക്രോമിയത്തിന് നമുക്ക് X ആയിട്ട് എടുക്കാം. ഓക്കെ, ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ X ആയിട്ട് പരിഗണിക്കുക. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കാമല്ലോ. എങ്ങനെ ചെയ്യും നോക്കാം. പൊട്ടാസ്യത്തിന്റെ +1 ആണ്. ഓക്കെ, അപ്പൊ +1 × 2 അല്ലെ, 2 പൊട്ടാസ്യം ഉണ്ട്. പ്ലസ് ഇവിടെ X × 2 പ്ലസ് ഓക്സിജന്റെ എത്രയെന്ന് നമുക്കറിയാം, -2 ആണ്. -2 × 7 = 0 ആണ്. അപ്പോൾ ഇവിടെ എത്ര വന്നു? 2 വന്നു. പ്ലസ് 2x -14 = 0. ഇനി 2x -12 = 0 വരും. അപ്പോൾ ഇതിൽ നിന്ന് സോൾവ് ചെയ്യുമ്പോൾ x = 6 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ നമുക്കിവിടെ വാല്യൂ കിട്ടി. എന്താ കിട്ടിയത്? പൊട്ടാസ്യം ഡൈക്രോമേറ്റില് ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ 6 ആണ് എന്നുള്ളത് കിട്ടി. ഈ 6 എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? +6 എന്നാണ് അർത്ഥം. ഓക്കെ, +6 ആണ്. അപ്പൊ +6 ആണ് ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇവിടെ നോക്കാം. ഇവിടെ ഒരു പോയിന്റ് ഞാൻ പറയാം, നമ്മളൊന്ന് എഴുതി വെക്കുക. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനം ഓക്സീകരണം. ഓക്കെ, ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനം ഓക്സീകരണവും ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനത്തിൽ നിരോക്സീകരണവുമാണ് നടക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഓക്സിഡേഷൻ നമ്പർ +6 ആണ്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടുതലാണെങ്കിൽ അവിടെ നടക്കുന്നത് ഓക്സീകരണ പ്രവർത്തനങ്ങളും, അതുപോലെ തന്നെ ഓക്സിഡേഷൻ നമ്പർ വളരെ കുറഞ്ഞാണ് നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്നത് നിരോക്സീകരണവുമാണ് എന്ന രീതിയിൽ വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇനി മറ്റൊരു ഹോംവർക്ക് നമുക്ക് തരികയാണ്. Cr2O3 ഇതില് ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തണം. ഈസി ആയിട്ട് കണ്ടെത്താം. ഇത് നമ്മൾ പഠിച്ചിരുന്നാൽ എളുപ്പമാണ്. അതുപോലെ മറ്റു 2-3 ഹോംവർക്ക് കൂടി ഉണ്ട്. MnO2, Mn2O7, KMnO4. ഇതില് ഈ 3 എണ്ണത്തിന്റെയും കൂടാതെ തന്നെ ഇവിടുത്തെ ക്രോമിയം മറ്റൊരു ഹോംവർക്ക് കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇവിടെ ഏതാണ്? NO2. അപ്പൊ 5 ഹോംവർക്കുകളാണുള്ളത്. അതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇവിടെ കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നത് എന്തിന്റെയാ? മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് കേസിൽ നമുക്ക് ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. തേർഡ് കേസിൽ പൊട്ടാസ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്സിജന്റേതും ഉണ്ട്. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് മാംഗനീസിന്റെ ആണ്. ഇവിടെയും മാംഗനീസ്, ഇവിടെയും മാംഗനീസിന്റേത് കണ്ടുപിടിക്കുക. ഓക്കെ ആണ്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്സിഡേഷൻ നമ്പറും ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനങ്ങളും. ഓക്കെ ആണേ. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ ആദ്യം ഓക്സിഡേഷൻ നമ്പറും ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനങ്ങളും നോക്കാം. സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ NaCl രൂപീകരണത്തിന്റെ രാസസമവാക്യമാണ് തന്നിരിക്കുന്നത്. സോഡിയം ക്ലോറൈഡ് രൂപീകരണത്തിൽ സോഡിയം ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് ഒരു പോസിറ്റീവ് ചാർജും ക്ലോറിൻ ഒരു ഇലക്ട്രോൺ സ്വീകരിച്ച് നെഗറ്റീവ് ചാർജും നേടുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്. ഒന്നുകൂടി എഴുതാമെന്നാലും നിങ്ങൾക്ക് അങ്ങ് ബൈഹേർട്ട് ആവണം. ഇക്വേഷൻ ഒക്കെ അങ്ങ് കണ്ട് അങ്ങ് ശീലമാവണം. ഓക്കെ, ക്ലോറിൻ എന്ത് ചെയ്തു? ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചു, നെഗറ്റീവ് അയോൺ ആയിട്ടും മാറി. അപ്പോൾ സോഡിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ +1, ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ -1 എന്നിങ്ങനെയാണ്. ഓക്കെ, മൂലകാവസ്ഥയിൽ സോഡിയത്തിന്റെയും ക്ലോറിന്റെയും ഓക്സിഡേഷൻ നമ്പർ എത്ര? 0 ആണ്. എന്താണ്? മൂലകാവസ്ഥയില് എലമെന്ററി സ്റ്റേറ്റില് എങ്ങനെയാണ്? സോഡിയത്തിന്റെ ആണെങ്കിലും ക്ലോറിന്റെ ആണെങ്കിലും ഓക്സിഡേഷൻ നമ്പർ 0 ആയിട്ട് വേണം പരിഗണിക്കാൻ. അതായത് ഓക്സിഡേഷൻ നമ്പർ ഉൾപ്പെടുത്തി നമ്മൾ രാസസമവാക്യം എഴുതുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇത് മൂലകാവസ്ഥയിൽ ഇരിക്കുകയല്ലേ. ഇവിടെ 0, ക്ലോറിന്റെ 0, പിന്നെ ഈ രീതിയിലേക്ക് വന്നപ്പം അയോണായി മാറി, പിന്നീട് Na+ഉം Cl- ആയിട്ട് മാറി. അപ്പൊ ഈ പ്രവർത്തനത്തിന്റെ ഫലമായി സോഡിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പറിന് എന്ത് മാറ്റമാണ് സംഭവിച്ചത്? സോഡിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്താ ചെയ്തത്? 0 ആയിരുന്നത് 1 ആയിട്ട് മാറി അല്ലെ. അപ്പോ 1 കൂടുകയാണ് ചെയ്തത്. അതേപോലെ ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പറിന് എന്താണ് സംഭവിച്ചത്? ക്ലോറിൻ ക്ലോറിൻ എന്താ ചെയ്തത്? ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് ക്ലോറിൻ അയോൺ ആയിട്ട് മാറി, -1 ആയിട്ട് മാറി അല്ലെ. അപ്പൊ എന്താ സംഭവിച്ചേ? 1 കുറയുകയാണ് ചെയ്തത്. കുറഞ്ഞു. എത്രയാണ് കുറഞ്ഞത്? 1 അല്ലെ. 1 ആണ് കുറഞ്ഞത്. ഓക്കെ, ഇനി ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനം ഓക്സീകരണവും
ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനം നിരോക്സീകരണവുമാണ്. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനം ഓക്സീകരണം. ഇവിടെ നോക്കിയേ, ഇവിടെ സോഡിയത്തിന്റെ കേസിൽ എന്താ സംഭവിച്ചത്? ഒരെണ്ണം കൂടുകയാണ് ചെയ്തത് അല്ലെ, സോഡിയം Na+ ആയിട്ട് മാറി അല്ലെ, അപ്പം ഒരു അയോൺ കൂടുകയല്ലേ ചെയ്തത്. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? അതിന് ഓക്സീകരണമാണ് സംഭവിച്ചത്. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനം ഓക്സീകരണവും ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനം നിരോക്സീകരണവുമാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി സോഡിയം ക്ലോറൈഡ് രൂപീകരണത്തിൽ ഓക്സീകരണം സംഭവിച്ചത് ഏത് ആറ്റത്തിനാണ്? ഇതൊക്കെ പല ആവൃത്തി നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്, പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങളാണ് ഇതിന്റെ ആൻസർ എഴുതേണ്ടത്. സോഡിയം ക്ലോറൈഡിന്റെ ഈ ഒരു രീതിയിലുള്ള അയോണായി മാറുന്ന ഇക്വേഷൻ എഴുതുക. എന്നിട്ട് Na++1 ഇലക്ട്രോൺ ആണ്. ക്ലോറിൻ ആണെങ്കിൽ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് ക്ലോറിൻ അയോൺ ആയിട്ട് മാറി. അപ്പോൾ ഈ പ്രവർത്തനത്തില് എന്താണ്? സോഡിയം ക്ലോറൈഡ് രൂപീകരണത്തിൽ ഓക്സീകരണം സംഭവിച്ചത് ഏതാറ്റത്തിനാണ്? ഓക്സീകരണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ ഓക്സീകരണം സംഭവിച്ചത് ഏതാറ്റത്തിനാണെന്ന് എഴുതണം. അങ്ങനെയെങ്കിൽ ആ പ്രവർത്തനത്തിലെ ഓക്സികാരി ഏത്? എങ്ങനെയാണ് അത് ഓക്സികാരി ആയത്? ഓക്സീകരണത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ആളെയാണ് എന്ത് പറയുന്നത്? ഓക്സികാരി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ Na+ അയോണും ഒരു ഇലക്ട്രോണും ആയിട്ട് മാറി. അപ്പൊ ആണ് എന്ത് സംഭവിച്ചത്? ഇവിടെ ഓക്സീകരണം സംഭവിച്ചത്. ഈ ഓക്സീകരണം സംഭവിക്കാൻ വേണ്ടി ഇവിടെ ക്ലോറിൻ ഹെൽപ്പ് ചെയ്തു. അപ്പൊ ക്ലോറിൻ അവിടുത്തെ ആരാണ്? ഓക്സികാരിയാണ്. അപ്പൊ നോക്കിയേ, ഈ പ്രവർത്തനത്തിൽ നിരോക്സീകരണം സംഭവിച്ചത് ഏതാറ്റത്തിനാണ്? ഇവിടെ നിരോക്സീകാരിയായത് ഏതാണ്? അപ്പൊ നോക്കിയേ, ഇത്രയും പറഞ്ഞ ഈ ക്ലാസ്സിൽ ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിന്റെ ആൻസർ എഴുതി നോക്കുക, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗം പഠിച്ചു എന്നർത്ഥം. ഓക്കെ. ഇനി അടുത്തൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. H2Cl2 gives 2HCl. ഇവിടെ ഓക്സിഡേഷൻ നമ്പറിന് വർധനവുണ്ടായ ആറ്റം ഏതാണ്? ഓക്സിഡേഷൻ നമ്പറിന് വർധനവുണ്ടായ ആറ്റം ഏതാണ്? ഓക്സീകരണം സംഭവിച്ചത് ഏതിനാണ് എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ഓക്സിഡേഷൻ നമ്പറിന് കുറവ് സംഭവിച്ച ആറ്റം ഏതാണ്? നിരോക്സീകരണം സംഭവിച്ച ആറ്റം ഏതാണ്? നോക്കിയേ. അപ്പൊ നോക്കാം. H2Cl2 2HCl ആയിട്ട് മാറി. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാലോ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ 0 ആണ്. Cl2നും 0 ആണ്. ഇവിടെ പിന്നെ എന്ത് ചെയ്തു? പ്ലസ് അയോണായിട്ടും ഇത് മൈനസ് അയോണായിട്ടും മാറി. ഓക്കെ. അപ്പോ ഓക്സീകരണ നമ്പറിന് വർധനവുണ്ടായ ആറ്റം ഏതാണ്? ഇവിടെ 0 ആയത് ഇവിടെ പ്ലസ് അയോണായിട്ട് മാറി, +1 ആയിട്ട് മാറി, ഇവിടെ -1 ആയിട്ട് മാറി. അപ്പൊ ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഇനി അടുത്തത് ഓക്സീകരണം സംഭവിച്ച ആറ്റം അപ്പൊ ഏതാണ്? ഹൈഡ്രജൻ അല്ലേ. ഇനി അടുത്തത് ഓക്സിഡേഷൻ നമ്പറിന് കുറവ് സംഭവിച്ച ആറ്റം ഏതാണ്? ക്ലോറിൻ ആണ് അല്ലെ. ഇവിടെ 0 ആയിരുന്നു, ഇവിടെ -1 ആയിട്ട് മാറി. ഓക്കെ. അപ്പോ അവിടെ റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം സംഭവിച്ച ആറ്റം ഏതാണ്? ക്ലോറിൻ ആണ്. ഈ പ്രവർത്തനത്തിലെ ഓക്സികാരി ഏതാണ്? നിരോക്സീകരണം സംഭവിക്കുന്നത് ആരോ അവനാണ് ഓക്സികാരി. ഇനി ഈ പ്രവർത്തനത്തിലെ നിരോക്സീകാരി ആരാണ്? ഓക്സീകരണം സംഭവിക്കുന്നത് ആരോ അവനാണ് നിരോക്സീകാരി. അപ്പോ ഇവിടെ ഹൈഡ്രജനും വന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റേഷൻ വന്നിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുക? ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് കൂടുതൽ ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. നമ്മൾ ചെയ്ത അതേ എക്സാമ്പിൾ നോക്കിയിട്ട് നിങ്ങൾ ഈ ഒരു ഭാഗം ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ. ഇനി അടുത്തത് കാർബണും ഓക്സിജനും ചേർന്ന് കാർബൺ ഡയോക്സൈഡ് ആണ് ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ പ്രവർത്തനത്തിന് മുമ്പുള്ള ഓക്സിഡേഷൻ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പ്രവർത്തനത്തിന് ശേഷമുള്ള ഓക്സിഡേഷൻ നമ്പർ, ഓക്സീകരണം അല്ലെങ്കിൽ നിരോക്സീകരണമാണോ സംഭവിക്കുന്നത്, ഓക്സികാരി ഏതാണ്, നിരോക്സികാരി ഏതാണെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു രീതിയിൽ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. ആദ്യം കാർബൺ പ്ലസ് ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡയോക്സൈഡ്. അപ്പൊ ഈ ഒരു ഇക്വേഷന്റെ സമയത്ത് പ്രവർത്തനത്തിന് മുമ്പും പ്രവർത്തനത്തിന് ശേഷമുള്ള ഓക്സിഡേഷൻ നമ്പർ, അതുപോലെ ഓക്സീകരണമാണോ നിരോക്സീകരണമാണോ നടക്കുന്നത്, ഓക്സികാരിയും നിരോക്സികാരിയും ഐഡന്റിഫൈ ചെയ്യുക. ഇതാണ് ചോദ്യം. അപ്പോൾ പ്രവർത്തനത്തിന് മുൻപ് ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. ഓക്കെ. ഇനി പ്രവർത്തനത്തിന് ശേഷമാണെങ്കിൽ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? 4+ ആണ് കാർബണിൻ്റെത്. ഓക്സിജന്റെ ആണെങ്കിൽ നമുക്കറിയാം 2- ആണെന്നുള്ളതും അറിയാം. അപ്പോൾ പ്രവർത്തനത്തിന് മുൻപ് കാർബൺ ആണെങ്കിലും ശരി ഓക്സിജൻ ആണെങ്കിലും ശരി ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. പ്രവർത്തനത്തിന് ശേഷം കാർബണിന് +4 ആണ്, ഓക്സിജൻ ആണെങ്കിലോ -2 ആണ്. -2 എന്നോ 2- എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇനി അടുത്തത്, അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? നമ്പർ കൂടുകയാണ്. നമ്പർ 0യിൽ നിന്ന് +4ലേക്ക് കൂടി. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? ഓക്സീകരണം അല്ലെ. ഓക്സീകരണം. ഇനി ഓക്സിജന്റെ കേസ് ആണെങ്കിലോ 0യിലായിരുന്നത് -2 ആയിട്ട് മാറി അല്ലെ. അപ്പൊ അവിടെ നിരോക്സീകരണമാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കാർബൺ എന്താണ്? കാർബൺ നിരോക്സീകാരിയാണ്. നിരോക്സീകാരി. ഓക്സിജൻ ആണെങ്കിലോ ഓക്സീകാരി. ഓക്കെ. ഓർത്ത് വെക്കേണ്ടത് ഓക്സീകരണം നടക്കുന്നത് ഏതാണോ അതാണ് നിരോക്സീകാരി. നിരോക്സീകരണം സംഭവിക്കുന്നത് ഏതിനാണോ അതാണ് ആ പ്രവർത്തനത്തിലെ ഓക്സീകാരി. ഈ രീതിയിൽ കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ. ഇനി അടുത്തത്
അതേപോലെ തന്നെ H2+Cl2 റിയാക്ഷന് മുൻപ് 0 ആണ്, റിയാക്ഷന് ശേഷമാണെങ്കിൽ +1 -1. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ 0 ആയല്ലോ. അതേപോലെയാണെങ്കിൽ ഇവിടെയോ, ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നോ? ഇവിടെ കണ്ടോ, കാർബൺ 4+, ഓക്സിജൻ 2- ആയിരിക്കുന്നത്. അപ്പോൾ ഒരു ഓക്സിജൻ ആണ് 2-, 2 ഓക്സിജൻ ആകുമ്പോൾ 4- ആവും. അപ്പൊ 4+ഉം 4- കൂടി 0 ആയില്ലേ? ഓക്കെ, കൺഫ്യൂഷൻ വരണ്ട. ഇനി അടുത്തത് H2+Cl2. ഇവിടെ ഈ പ്രവർത്തനത്തിൽ ഓക്സീകരണം സംഭവിച്ച ആറ്റം ഏതാണ്? ഓക്സീകരണം സംഭവിച്ചത് ആർക്കാണ്? ഓക്സീകരണം സംഭവിച്ചത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ എന്ത് ചെയ്തു? +1 ആയി. 0 ആയിരുന്നത് എന്തായി? +1 ആയിട്ട് മാറി. നമ്പർ കൂടിയില്ലേ? നമ്പർ കുറഞ്ഞാൽ എന്താണ്? നിരോക്സീകരണവും. നമ്പർ കൂടിയാൽ ഓക്സീകരണമാണ്. അപ്പോൾ ഹൈഡ്രജൻ ആണേ. ഇനി ക്ലോറിന്റെ നമ്പർ എന്ത് ചെയ്തു? 0 ആയിരുന്ന -1 ആയി കുറഞ്ഞു. അപ്പൊ നിരോക്സീകരണം സംഭവിച്ചത് ക്ലോറിനുമാണ്. കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ ഓക്സീകരണവും നിരോക്സീകരണവും ഒരേ സമയം തന്നെയാണ് നടക്കുന്നത്. ഇത്തരം രാസപ്രവർത്തനങ്ങളെയാണ് എന്ത് പറയുന്നത്? റിഡോക്സ് പ്രവർത്തനങ്ങൾ. ഓക്കെ, റിഡോക്സ് പ്രവർത്തനങ്ങൾ, ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ഒരു റിഡോക്സ് പ്രവർത്തനത്തിൽ ഓക്സീകാരിക്ക് നിരോക്സീകരണവും നിരോക്സീകാരിക്ക് ഓക്സീകരണവും സംഭവിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. 2 പോയിന്റ് ആണ് പറഞ്ഞത്. ഓക്സീകരണവും നിരോക്സീകരണവും ഒരേ സമയം സംഭവിക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങളെ റിഡോക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. ഒരു റിഡോക്സ് പ്രവർത്തനത്തിൽ ഓക്സീകാരിക്ക് നിരോക്സീകരണവും സംഭവിക്കും, നിരോക്സീകാരിക്ക് ഓക്സീകരണവും സംഭവിക്കും. ഇനി ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരികയാണ് നമ്മൾ. നിത്യജീവിതത്തിൽ ഡെയിലി ലൈഫിൽ നമുക്ക് സുപരിചിതമായിട്ടുള്ള ചില റിഡോക്സ് പ്രവർത്തനങ്ങളാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ്, ശ്വസന പ്രക്രിയയിൽ കോശങ്ങളിൽ വെച്ച് ഗ്ലൂക്കോസ് തന്മാത്രകൾ വിഘടിച്ച് ഊർജം സ്വതന്ത്രമാക്കപ്പെടുന്ന പ്രവർത്തനം റിഡോക്സ് പ്രവർത്തനത്തിന് ഉദാഹരണമാണ്. 2, ലോഹങ്ങളുടെ ഉപരിതലത്തിൽ ഓക്സൈഡ് ആവരണം ഉണ്ടാകുന്ന പ്രവർത്തനം അതും എന്താണ്? അതും റിഡോക്സ് പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ്. ഓക്സീകരണവും നിരോക്സീകരണവും ഒക്കെ മൂലമാണ് എന്ത് ചെയ്യുന്ന ലോഹങ്ങളുടെ ഉപരിതലത്തിൽ ഓക്സൈഡ് ആവരണം ഉണ്ടാകുന്നത്. ഇന്ധനങ്ങളുടെ ജ്വലനം, ജൈവ വസ്തുക്കൾക്ക് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന വിഘടനം, രാസവൈദ്യുത സെല്ലുകളിലെ വൈദ്യുത ഉൽപാദനം, ഇവയൊക്കെ നമുക്ക് റിഡോക്സ് പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമായിട്ട്, നിത്യജീവിതത്തിലെ റിഡോക്സ് പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്സീകരണവും നിരോക്സീകരണവും ഒരേ സമയം നടക്കുമ്പോഴാണ് നമ്മൾ അതിനെ റിഡോക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഒരു റിഡോക്സ് പ്രവർത്തനത്തിൽ ഓക്സീകാരിക്ക് നിരോക്സീകരണവും നിരോക്സീകാരിക്ക് ഓക്സീകരണവുമാണ് സംഭവിക്കുന്നത്. പിന്നെ ഡെയിലി ലൈഫ് എക്സാമ്പിൾ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. 2 പാർട്ട് കൊണ്ട് തീർക്കണം എന്നാണ് നമ്മൾ വിചാരിച്ചത്. എങ്കിൽ കൂടിയിട്ട് 3 പാർട്ട് കൊണ്ടാണ് തീർന്നത്. അത് സാരമില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്ത് വീണ്ടും നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചത് കേട്ടോ. അപ്പോൾ രാസപ്രവർത്തന വേഗം എന്ന ടോപ്പിക്കിൽ വരുന്ന റിഡോക്സ് പ്രവർത്തനം എന്ന ന്യൂ SCERT ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്റർ നമുക്ക് എൻഡ് ആയിരിക്കുകയാണ് കേട്ടോ. ഇനി ഒരു കാര്യം കൂടി നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മളുടെ LP UPയുടെ പെയ്ഡ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത വിവരം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അറിയാത്ത ഒരുപാട് പേരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. 777 രൂപ നിരക്കിൽ എക്സാം വരെ വാലിഡിറ്റി ഉള്ള ഈ ഒരു കോഴ്സ് നമ്മൾ ഓൾറെഡി ക്ലാസ്സുകൾ ആരംഭിച്ചു. മെയ് 11-ാം തീയതി നമ്മൾ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ യൂട്യൂബിലൂടെയാണ് നമ്മൾ പ്രൈവറ്റ് ലൈവ് ക്ലാസ്സുകളാണ് ചെയ്യുന്നത്. ഡെയിലി പഠിക്കാനുള്ള ടോപ്പിക് തന്നതിന് ശേഷം ഈവനിങ്ങിൽ അതിന്റെ റിവിഷൻ ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 5 ദിവസം പഠിക്കുന്നു, 2 ദിവസം റിവിഷൻ ചെയ്യുന്നു എന്ന രീതിയിലാണ് നമ്മുടെ പ്ലാൻ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത് LP UPക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള പെയ്ഡ് കോഴ്സിന് വേണ്ടിയുള്ള ടെലഗ്രാം ചാനലിലാണ് എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നല്ല രീതിയിൽ നമ്മൾ ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം സോർട്ട് ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ നിങ്ങളിലേക്ക് വൈകാതെ തന്നെ എത്തിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.